സിനിജി ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പി ദിവ്യ വീണ്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുടുംബം വലിയ ആശങ്കയിലാണ്. CBI അന്വേഷണം വേണമെന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഇതിൻ്റെ ദൃക്സാക്ഷിയായ വീണാമണി എന്നൊരാൾ രംഗത്തെത്തി. അവർ ഗോവിന്ദൻ്റെയും മകൻ്റെയും ഭാര്യ PK ശ്യാമളയുടെയും കോൾ ലിസ്റ്റുകൾ പരിശോധിക്കണം എന്നുള്ളൊരു ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും PP ദിവ്യ വീണ്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പാർട്ടിയിൽ സജീവമാവുകയോ ചെയ്താൽ അത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോട് CPM കാണിക്കുന്ന അനീതിയല്ലേ? നിലവിൽ PP ദിവ്യ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിലൊന്നും സജീവമായി പങ്കെടുക്കുന്നില്ല. തുടർച്ചയായി 3 അതിലധികമോ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാതിരുന്നാൽ ഒരുപക്ഷെ ഈ പറയുന്ന സ്ഥാനത്ത് നിന്ന് അയോഗ്യയാക്കാൻ പോലും അവിടുത്തെ സെക്രട്ടറിക്ക് സാധിക്കും. അതിന് മുൻകൂർ നോട്ടീസൊക്കെ നൽകും. അത്തരം ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ദിവ്യ ഇപ്പോൾ ഒരു സാധാരണ കൗൺസിലറായി ആ യോഗത്തിൽ പങ്കെടുക്കാൻ ചില മടികൾ കാണിക്കുന്നു. അതുകൊണ്ട് അവരെ ഒരു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്ത് ചില പരിഹാരങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ CPM കുറച്ച് പേർ ദിവ്യയ്ക്ക് അനുകൂലമായി നിൽക്കുന്നു, കുറച്ച് പേർ ദിവ്യയ്ക്ക് പ്രതികൂലമായി നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ദിവ്യ ഇനി പാർട്ടിയിൽ അങ്ങനെ വളരണ്ട എന്ന് പറയുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന പുതിയൊരു അവതാരം വരുന്നത്. ഒരു സ്ത്രീ കഥാപാത്രം വരുന്നു. അവർ വന്നു പറഞ്ഞു നവീൻ ബാബുവിനെ തട്ടിക്കൊണ്ടുപോയതിന് താൻ ദൃക്സാക്ഷിയാണ്. മാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ തീർത്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ മൃതദേഹം ഈ ദഹിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം ഇതിനകത്ത് ഒരുപാട് നിഗൂഢതകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നത് ആരും അത്ര കാര്യമാക്കിയില്ല. ഇപ്പോൾ ഓൺലൈൻ മീഡിയകൾക്കടക്കം അവർ ബൈറ്റുകൾ നൽകി, അല്ലെ അവരുടെ റിയാക്ഷനൊക്കെ എന്താണെന്ന് പറഞ്ഞു. ഇതോടുകൂടി വലിയ സംശയമുണ്ടായിരുന്നു. അപ്പം ഇവർ പറഞ്ഞ ഈ വസ്തുതകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആരോപണത്തിൻ്റെ കുന്തമുന നീളുന്നത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരെയാണ്. അതെന്തിനാണെന്നൊരു സംശയം. കാരണം ഈ CBI അന്വേഷണം വേണമെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെട്ടപ്പോൾ അതിനെ ആദ്യം തടഞ്ഞത് അല്ലെങ്കിൽ എതിർത്തത് ഈ MV ഗോവിന്ദനാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നു, അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി വരണ്ട. എന്തിനു പറയുന്നു? ഇനി PP ദിവ്യ ഒടുവിൽ ജാമ്യമൊക്കെ നിഷേധിക്കപ്പെട്ട് അവർ ജയിലിൽ പോയി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജയിൽ മോചിതയായി പുറത്തിറങ്ങും വൈകുന്നേരത്തോടുകൂടി. ഈ ജയിൽ മോചിതയായി പുറത്തിറങ്ങുന്ന സമയത്ത് ആദ്യം ഈ പറയുന്ന ദിവ്യ സ്വീകരിക്കാൻ അവിടെ എത്തിയ ആളുടെ പേര് PK ശ്യാമള എന്നായിരുന്നു. അപ്പോൾ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ നേതാവ്, സംസ്ഥാന ഭാരവാഹിയൊക്കെയാണ്. അപ്പോൾ PK ശ്യാമളയാണ് ആദ്യം തന്നെ ചെന്ന് ഈ ദിവ്യ സ്വീകരിക്കാൻ ജയിലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളത് കാണുകയും ചെയ്തു. അപ്പോൾ PK ശ്യാമള അതിനകത്ത് ഉൾപ്പെടുന്നു. ആദ്യം MV ഗോവിന്ദനാണ്. ഇപ്പം ഈ വന്നിരിക്കുന്ന സ്ത്രീ പറയുന്നത് ഒപ്പം ഗോവിന്ദൻ്റെയും ശ്യാമളയുടെയും മകൻ്റെ കോൾ ലിസ്റ്റ് കൂടി പരിശോധിക്കാം. അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് എന്താ റോൾ? വളരെ നിർണായകമായ എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ PK ശ്യാമള എന്ന് പറയുന്ന വ്യക്തി അവർ നേരത്തെ ആന്തൂരിൽ സാജൻ എന്ന് പറയുന്ന ഒരു പ്രവാസി വ്യവസായിയുടെ മരണത്തിന് കാരണക്കാരനായി. അന്ന് PK ശ്യാമള അവിടുത്തെ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കേസ് ഉണ്ടായാൽ എങ്ങനെ അതിനെ സോൾവ് ചെയ്യാം, എങ്ങനെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരാമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് PK ശ്യാമള. പാർട്ടി കൃത്യമായി നിലപാടെടുക്കുകയും ഒടുവിൽ ഈ സാജൻ്റെ കുടുംബം പല വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ PK ശ്യാമളയ്ക്കൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത്തരത്തിൽ ചില നിലപാടുകൾ സ്വീകരിച്ചാൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ PP ദിവ്യ ഇത്രയും നാൾ കളിച്ചത് ഈ MV ഗോവിന്ദനും PK ശ്യാമളയും മകനും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്യാങ്ങിന് വേണ്ടിയാണോ? പുതിയ സംശയങ്ങളാണ്. അപ്പോൾ PP ദിവ്യയ്ക്ക് വേണ്ടി ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പ്രത്യേക പദവി ഒരുക്കി കൊടുക്കുന്നു. വേണമെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ഒരുപക്ഷെ ദിവ്യ തിരിച്ചു വന്നേക്കാം. തെറ്റു പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും തെറ്റു പറയാം. കാരണം ഈ വീണാമണി എന്ന് പറയുന്ന സ്ത്രീ ആരോപിച്ചത് തന്നെ PP ദിവ്യ ഡമ്മിയാണ്. അവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളല്ല എന്നുള്ള ഒരു രീതിയിലാണ് വീണാമണി സംസാരിക്കുന്നത്. നേരത്തെ സുനിജി പറഞ്ഞതുപോലെ CBI അന്വേഷണത്തെ ആദ്യം നഖശിഖാന്തം എതിർത്തത് MV ഗോവിന്ദനാണ്. CBI വരണ്ട, ഞങ്ങളുടെ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് CBI? കോടതിയിൽ ഹർജിക്കാരിയുടെ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തയ്യാറാക്കാൻ കുടുംബത്തെ ഒപ്പം ചേർത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് തെളിവുകളില്ല എന്നാണ് സർക്കാർ വാദിച്ചത്. അപ്പോൾ MV ഗോവിന്ദൻ്റെയും ഭാര്യയുടെയും മകൻ്റെയും പേരാണ് ദൃക്സാക്ഷികൾ എടുത്ത് പറയുക. എന്തിനെ തട്ടിക്കൊണ്ടു പോയത് കണ്ടവർ ഈ 3 പേരുടെ പേരുകൾ എടുത്തു പറയാനുള്ള കാരണം എന്താണ്? മറ്റ് പേരുകൾ അല്ലെങ്കിൽ PK ശശി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അൻവർ ആരോപണം ഉന്നയിച്ചതാണ്. പക്ഷെ ആ പേരൊന്നും പറയാതെ ഈ 3 പേരുടെ പേരുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ ഇപ്പോൾ സമൂഹം ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദനും
ശ്യാമളയ്ക്കും മകനായ ശ്യാമിനും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുണ്ടോ? നവീൻ ബാബു വഴി വേറെ ഭൂമാഫിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, സ്വാധീനങ്ങൾ ഇവർ ചെലുത്താൻ ശ്രമിച്ചോ? അതിൽ നവീൻ ബാബു വഴങ്ങാത്തതിൻ്റെ ഫലമാണോ ഈ മരണവും അല്ലെങ്കിൽ ഈ കൊലപാതകമെന്ന് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നതുമൊക്കെ? ഇങ്ങനെ പല സംശയങ്ങളും നിലനിൽക്കുമ്പോഴാണ് PP ദിവ്യ വീണ്ടും കണ്ണൂർ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പോകുന്നു എന്നൊരു വാർത്ത വരുന്നത്. കാരണം PP ദിവ്യയെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാകാം അവർ സധൈര്യം മുന്നോട്ട് പോകാനുള്ള ഈ നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദിവ്യ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കും. മാത്രമല്ല CBI കൂടി കേസിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ MV ഗോവിന്ദനും ശ്യാമളയ്ക്കും മകനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു ബോധം കൂടി ഉള്ളത് കൊണ്ടായിരിക്കും ദിവ്യയെ പിണക്കാതെ തന്നെ. ദിവ്യ എനിക്ക് തോന്നുന്നു ന്യൂസ് 18 കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത് തന്നെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്നു, തനിക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ടാണെന്ന്. അന്ന് PK ശ്യാമളയെ രക്ഷിച്ചത് MV ഗോവിന്ദൻ എന്ന ഗോഡ് ഫാദർ ഭർത്താവ് കൂടിയായ ഗോവിന്ദൻ ഉള്ളത് കൊണ്ടാണെന്ന്, തനിക്ക് അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ടാണ് താൻ ജയിലിൽ പോയത് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ദിവ്യ അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കേസിൽ CBI കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതിലെ ചില കാര്യങ്ങൾ, കാരണം പോലീസ് സർജൻ മറച്ചുവെച്ച ചില കാര്യങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അവ്യക്തത, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം എന്ന് കോടതി പറഞ്ഞാൽ അത് ഇവിടുത്തെ പോലീസിനെ കൊണ്ട് കഴിയില്ല, നിഷ്പക്ഷമായി അന്വേഷിക്കാൻ അതൊരു കേന്ദ്ര ഏജൻസിയിലൂടെ നടക്കൂ എന്ന് പറഞ്ഞ് കോടതി CBIയെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഈ ദൃക്സാക്ഷി ഉന്നയിച്ച പേരുകളിൽ 3 പേരെയും ചിലപ്പോൾ CBI ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ വിളിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് വാസ്തവമല്ലേ? അതെ, അത് വാസ്തവമാണ്. മാത്രമല്ല ഇപ്പം ധന്യ പറഞ്ഞൊരു കാര്യം തന്നെ, ഈ കേസിൽ ആദ്യമായിട്ടാണ് ഒരു ദൃക്സാക്ഷി വരുന്നത് അല്ലേ? നവീൻ ബാബു എങ്ങനെ തൂങ്ങി മരിച്ചു, അതേ ഏത് മുറിയിൽ തൂങ്ങി നിൽക്കുന്നു, എങ്ങനെയാണ് തൂങ്ങി നിന്നത്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല. മാത്രമല്ല ഇൻക്വസ്റ്റ് നടപടി ആരംഭിക്കുന്നതിന് മുമ്പ് തെളിവുകളൊന്നുമില്ല. ഇൻക്വസ്റ്റ് നടത്തി കഴിയുമ്പോഴാണ് തെളിവുകൾ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇവരുടെ ഒരു ബന്ധുക്കളുണ്ടെങ്കിൽ അവർക്ക് സംശയാസ്പദമായ എന്ത് സാഹചര്യവും ചൂണ്ടിക്കാട്ടാം, പോലീസ് ഇവരുടെ അടുത്ത് നിർദ്ദേശിക്കാം. ഇതൊന്നും ചെയ്യാതെ അവിടെ തെളിവുകളില്ല എന്നങ്ങനെയാണ് പറയുന്നത്. മറ്റൊന്ന്, ഇവിടെ CBI അന്വേഷണം പാടില്ല എന്ന് CPMന്റെ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്നു. സത്യത്തിൽ സംസ്ഥാന നേതൃത്വം അല്ല തീരുമാനിക്കുന്നത്, MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയാണ്. MV ഗോവിന്ദൻ എന്താണ് ഇവിടെ ലക്ഷ്യം? ഇപ്പോൾ ഒരു ദൃക്സാക്ഷി പറയുന്നു നവീൻ ബാബു എന്ന് പറയുന്ന ADMനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി. ശരിയാണ്, മുനീശ്വരൻ കോവിലിൻ്റെ അടുത്ത് ഇറങ്ങിയ നവീൻ ബാബു എങ്ങനെയാണ് ഈ കോട്ടേഴ്സിലേക്ക് എത്തിയതെന്നോ എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്നോ ഇത്രയും കാലമായിട്ടും പോലീസ് യാതൊരു തെളിവും നൽകുന്നില്ല, പോലീസിന് അത് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊരു തെളിവ് നൽകിയ സ്ത്രീ നൽകിയ ഒരു മൊഴി, ഈ മൊഴി പോലീസ് എന്താ രേഖപ്പെടുത്താത്തത്? പോലീസ് എന്താ അവരെ ചോദ്യം ചെയ്യാത്തത്? അവിടുത്തെ ഒരു പ്രശ്നമില്ലേ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാണ്, നിങ്ങൾ എവിടെ പോയി, എന്ത് പോയി എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ CBIയിലേക്ക് ഈ കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന സ്ത്രീയെ വിളിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ സൂചനകൾ ലഭിച്ചത്, നിങ്ങൾ എന്തിനാണ് അവിടെ പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമല്ലോ. അപ്പോൾ ഇവർ പറയുന്നു MV ഗോവിന്ദൻ്റെയും ഭാര്യ ശ്യാമളയുടെയും മകൻ ശ്യാമിൻ്റെയും ഫോണുകൾ ഒന്ന് പരിശോധിക്കൂ. ഈ പരിശോധിച്ച ദിവസം അല്ലെങ്കിൽ പരിശോധിച്ചാൽ ആ ദിവസം ഈ പറയുന്ന നവീൻ ബാബുവിനെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലൊരു കണക്ഷൻ ഇവർ തമ്മിൽ ഉണ്ടെങ്കിലോ, ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ആളുകളുമായിട്ടോ അല്ലെങ്കിൽ ഈ ദിവ്യയ്ക്ക് വേണ്ടി ബിനാമി, അതായത് പിന്നിൽ നിന്ന ആൾക്കാരല്ല, അവരുമായിട്ടോ ഇവർക്ക് എന്തെങ്കിലും ബന്ധമുള്ളതിൻ്റെ തെളിവുകൾ പുറത്തു വന്നാലോ? അപ്പോൾ അത്തരത്തിൽ തെളിവുകൾ പുറത്തു വന്നാൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും സംശയത്തിൻ്റെ നിഴലിലായി പോകും. അങ്ങനെ നിഴലിലായി പോകാതിരിക്കാൻ കുറച്ച് പേർ ശ്രമിക്കുന്നു, ഒപ്പം ഇവരെ സംശയത്തിൻ്റെ നിഴലിലാക്കാനും കുറച്ച് പേർ ശ്രമിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇവരുടെ വായടപ്പിക്കാൻ ഇപ്പോഴും CPM ശ്രമിക്കാത്തത്. അപ്പോൾ PK ശ്യാമളയും MV ഗോവിന്ദനും മകനും നടക്കുന്ന ഒരു കോക്കസ് അങ്ങനെ അങ്ങോട്ട് വളരണ്ട. അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങണ്ട. കാരണം സംസ്ഥാന തലത്തിൽ MV ഗോവിന്ദൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. കണ്ണൂരിൽ PK ശ്യാമള ഉയർന്നു വരും. എന്താ അറിയോ? PP ദിവ്യയായിരുന്നു അടുത്ത തലമുറയിലെ അല്ലെ അടുത്ത ഒരു വനിതാ നേതാവെന്ന നിലയിൽ കണ്ണൂരിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. കണ്ണൂരിൽ നിന്ന് ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ PK ശ്രീമതി ടീച്ചർ ഒക്കെ കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് PP ദിവ്യ പ്രതീക്ഷിക്കുന്നത്. ഈ PP ദിവ്യ മാറിയാൽ എന്തുകൊണ്ട് PK ശ്യാമളയ്ക്ക് വന്നുകൂടാ? വളരെ നിർണായകമായ ഒരു പോയിന്റ് അല്ലേ? PK ശ്യാമള എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് വന്നുകൂടെ? വിജയരാഘവൻ എന്ന് പറയുന്ന ആൾ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല വലിച്ചപ്പോഴാണ് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി പ്രത്യക്ഷപ്പെട്ടത്. ആ ബിന്ദു അവിടെ മത്സരിച്ച് ജയിക്കുന്നു, മന്ത്രിയുമായി എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ട് PK ശ്യാമളയ്ക്ക് ആയിക്കൂടാ? PK ശ്യാമളയ്ക്ക് ഒരു MLA ആയിക്കൂടാ? അതിന് തെറ്റുമല്ലോ പറയാൻ പറ്റുമോ? അപ്പോൾ ഇത്തരത്തിൽ ചില നിഗൂഢമായ പ്ലാനുകൾ ഇതിനുള്ളിൽ നടക്കുന്നു. അപ്പോൾ പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുണ്ടെന്ന് പറയുന്നതിനകത്ത് ശരിയാണ്. ഒപ്പം ദിവ്യയെ എന്തിനാണ് വീണ്ടും ധന്യ പറയുന്ന പോലെ സജീവമാക്കിക്കൊണ്ടുവരുന്നത്? അപ്പോൾ PK ശ്യാമള വരരുത് അല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ PK ശ്യാമളയും PP ദിവ്യയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൂടെ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ശ്യാമള ദിവ്യയെ പിന്നെ എതിരേക്കാൻ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് മോചിതയായപ്പോൾ സ്വീകരിക്കാൻ വന്നതുപോലെ തങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളില്ല എന്ന് മറ്റുള്ളവരെ
കാണിക്കാൻ കൂടി വേണ്ടി ആയിരിക്കണം എന്ന് തോന്നുന്നു. ദിവ്യയെ അടിച്ചു താഴ്ത്തി അല്ലെങ്കിൽ ദിവ്യ പേരോടെ പിടിതെറിഞ്ഞുകൊണ്ട് അവിടെ തനിക്ക് ഉയർന്നു വരണം. ഇനിയും ഒരു മൂന്നാം പിണറായി സർക്കാർ വന്നാൽ അവിടെ ഒരു മന്ത്രിസ്ഥാനം പി കെ ശ്യാമള ആഗ്രഹിക്കുന്നുണ്ട്. അത് എം വി ഗോവിന്ദനിലൂടെ നടപ്പാക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം കളികൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ദിവ്യയെ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു മുഖം മൂടി കാണിച്ചുകൊണ്ട് ശ്യാമളയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടില്ല എന്നുള്ള കാര്യം CBI വന്നില്ല എങ്കിൽ അങ്ങനെ പറയില്ല. കാരണം പൊതുസമൂഹം, കേരളീയ ജനത മുഴുവൻ ആഗ്രഹിക്കുന്നത് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് CBI അന്വേഷണത്തിൽ ഉൾപ്പെടുത്തും. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസി ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയാൽ യാതൊരു തെളിവുകളും പുറത്തു വരില്ല, മഞ്ജുഷയുടെ കുടുംബത്തിന് നീതി കിട്ടില്ല. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ഉണ്ടാകണം, നടക്കണമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ഒപ്പം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടായാൽ ഈ പറയുന്ന പി കെ ശ്യാമളയും ഗോവിന്ദനും കൂടെ ഒരു കളി കളിക്കുന്നുണ്ടെങ്കിൽ ആ കളി പൊളിഞ്ഞു പോകും അല്ലെ. ഒപ്പം ദിവ്യയുടെ ഈ പറയുന്ന പ്രവേശനം അവിടെ നടക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ ദിവ്യയുടെ പ്രവേശനം തടയുകയും പി കെ ശ്യാമള എന്ന് പറയുന്ന പുതിയൊരു മുഖം CPM-ൽ ഉദിച്ചുയരുകയും ചെയ്യും അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ശ്യാമളയായിരിക്കും ഇനി അടുത്ത നിയമസഭയിൽ മത്സരിക്കാൻ പോകുന്നതും. അടുത്ത് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനം പി കെ ശ്യാമള മന്ത്രിയായി ഇരിക്കുകയും ചെയ്യും. CBI വന്നില്ലെങ്കിൽ, വന്നാൽ അകത്തേക്കായിരിക്കും, പുറത്തേക്കല്ല, ജയിലിനകത്തേക്ക്. അതെ.